നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് 100 GK ചോദ്യങ്ങളാണ്. വരുന്ന പ്രിലിമിനറി എക്സാമിനേഷന് ഗുണപ്രദമാകുന്ന 100 GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഓരോ ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തൊഴിൽ വീതി മാഗസീനിൽ നിന്നാണ്. തൊഴിൽ വീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ അലി സാർ നൽകിയിരുന്ന വരുന്ന പ്രിലിമിനറി എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള 100 GK ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യ ഏത് രാജ്യവുമായാണ് ഗോലോങ് ചു ഹൈഡ്രോ പവർ പ്രൊജക്ട് ഒപ്പുവെച്ചത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. 4 ഓപ്ഷനുകൾ: ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവയാണ് 4 ഓപ്ഷനുകൾ. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഭൂട്ടാനാണ്. ഇന്ത്യ ഭൂട്ടാനുമായിട്ടാണ് ഗോലോങ് ചു ഹൈഡ്രോ പവർ പ്രൊജക്ട് ഒപ്പുവെച്ചത് എന്ന കാര്യം ഓർക്കുക. അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുളസിയുടെ ശാസ്ത്രീയ നാമം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുളസിയുടെ ശാസ്ത്രീയ നാമം ഏതെന്ന ചോദ്യത്തിന്റെ 3 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു. ലൂക്കാസ് ആസ്പെറ, ഓസിമം സാങ്ക്ടം, കാമലിയ സിനൻസിസ്. ഇതാണ് തന്നിരിക്കുന്ന 3 ഓപ്ഷനുകൾ. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓസിമം സാങ്ക്ടം എന്നതാണ് തുളസിയുടെ ശാസ്ത്രീയ നാമം. നിരവധി പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഓർത്തിരിക്കണം. തുളസിയുടെ ശാസ്ത്രീയ നാമം ഓസിമം സാങ്ക്ടമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ 1971, ഓപ്ഷൻ ബിയിൽ 1972, ഓപ്ഷൻ സിയിൽ 1973, ഓപ്ഷൻ ഡിയിൽ 1974. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 1973. ഇന്ത്യയിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1973-ലാണ്. ആരാണ് ഇത് ആരംഭിക്കുന്നത്? സുന്ദർലാൽ ബഗുണയുടെ നേതൃത്വത്തിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സുന്ദർലാൽ ബഗുണയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് 1973 കാലഘട്ടത്തിലാണ്. നിരവധി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോഴത്തെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരെന്ന കാര്യം ആണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ സ്നേഹലത ശ്രീവാസ്തവ, ഓപ്ഷൻ ബിയിൽ ദേശ് ദീപക് വർമ്മ, ഓപ്ഷൻ സിയിൽ വീരേന്ദ്രകുമാർ, ഓപ്ഷൻ ഡിയിൽ ഓം ബിർല എന്നിവയാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ദേശ് ദീപക് വർമ്മയാണ്. അവിടെ തന്നെ നമ്മുടെ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയിലെ സെക്രട്ടറി ജനറൽ ആരെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഉത്പൽ കുമാർ സിംഗ് ആണ്, UK സിംഗ് ആണ് ലോക്സഭയിലെ സെക്രട്ടറി ജനറൽ പദവിയിൽ ഉണ്ടായിരുന്നത്. അതായത് ഇപ്പം നിലവിൽ ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ആരാണ്? UK സിൻഹ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ആ ഒരു പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സ്നേഹലത ശ്രീവാസ്തവ. ആ ഒരു പദവിയിലെത്തുന്ന ആദ്യ വനിത എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയായിരുന്നു അത്. സ്നേഹലത ശ്രീവാസ്തവ ഈ പറയുന്ന ലോക്സഭാ സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ വനിതയാണ്. അതേപോലെ തന്നെ UK സിൻഹ ആണ് ഇപ്പോൾ ആ ഒരു പദവിയിലുള്ള ലോക്സഭാ സെക്രട്ടറി ജനറൽ പദവിയിലുള്ള വ്യക്തി എന്ന കാര്യം ഓർക്കുക. നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരെന്നാണ്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി, ദേശ് ദീപക് വർമ്മയാണെന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് 5ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാങ്കിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ കുമാരപ്പ, ഓപ്ഷൻ ബിയിൽ നരസിംഹം, ഓപ്ഷൻ സിയിൽ ലഗഡവാല, ഓപ്ഷൻ ഡിയിൽ രാജശല്യ. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, നരസിംഹം. നരസിംഹം കമ്മീഷൻ ബാങ്കിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. മൊറാഴ സമരം നടന്ന വർഷമാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എയിൽ 1938, 1939, ഓപ്ഷൻ ബി ആയിട്ട് നൽകിയിരിക്കുന്നു. ഓപ്ഷൻ സിയിൽ 1940, ഓപ്ഷൻ ഡിയിൽ 1941. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 1940. മൊറാഴ സമരം നടന്ന വർഷം 1940 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് 7ാം ചോദ്യം, ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ സെപ്റ്റംബർ 10, ഓപ്ഷൻ ബിയിൽ ഒക്ടോബർ 10, ഓപ്ഷൻ സിയിൽ നവംബർ 10, ഓപ്ഷൻ ഡിയിൽ മെയ് 10-ാം തീയതിയാണ്. ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒക്ടോബർ 10-ാം തീയതിയാണ്. ഒക്ടോബർ 10-ാം തീയതിയാണ് ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ദാണ്ഡിയ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ തമിഴ്നാട്, ഓപ്ഷൻ ബിയിൽ ഗുജറാത്ത്, ഓപ്ഷൻ സിയിൽ അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡിയിൽ വെസ്റ്റ് ബംഗാൾ. തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത്. ദാണ്ഡിയ ഗുജറാത്ത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം, നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ ഹാജിപൂർ, ഓപ്ഷൻ ബിയിൽ ജയ്പൂർ, ഓപ്ഷൻ സിയിൽ ജബൽപൂർ, ഓപ്ഷൻ ഡിയിൽ ബിലാസ്പൂർ. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ജയ്പൂർ ആണ്. ജയ്പൂർ ആണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ ആണ്.
സ്വന്തമായിട്ട് ഡിജിറ്റൽ വാലറ്റ് പുറത്തിറക്കുന്നതിന് വേണ്ടി സ്വിഗ്ഗി ഏത് ബാങ്കുമായാണ് സഹകരിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എയിൽ HDFC, ഓപ്ഷൻ ബിയിൽ SBI, ഓപ്ഷൻ സിയിൽ ICICI, ഓപ്ഷൻ ഡിയിൽ ആക്സിസ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരം ഓപ്ഷൻ സി ICICI ആണ്. ICICI ബാങ്കുമായിട്ടാണ് സ്വിഗ്ഗി ഡിജിറ്റൽ വാലറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് ഡിജിറ്റൽ വാലറ്റ് പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് 11ാമത്തെ ചോദ്യമാണ്. എഴുത്തോല എന്നത് ഏത് സ്ഥാപനത്തിന്റെ പ്രസിദ്ധീകരണമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ മലയാള സർവകലാശാല, ഓപ്ഷൻ ബിയിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ സിയിൽ സാക്ഷരതാ മിഷൻ, ഓപ്ഷൻ ഡിയിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, മലയാള സർവകലാശാല. മലയാള സർവകലാശാലയുടെ പ്രസിദ്ധീകരണമാണ് എഴുത്തോല എന്ന കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, നമ്മൾ സിലബസിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ എഴുത്തോല എന്ന് പറയുന്നത് ഏത് സ്ഥാപനത്തിന്റെ പ്രസിദ്ധീകരണമാണ്? മലയാള സർവകലാശാലയുടെ പ്രസിദ്ധീകരണമാണ്. 12ാം ചോദ്യം, തവാങ് ബുദ്ധകേന്ദ്രം ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബിയിൽ അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സിയിൽ നാഗാലാൻഡ്, ഓപ്ഷൻ ഡിയിൽ സിക്കിം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അരുണാചൽ പ്രദേശ്. തവാങ് ബുദ്ധകേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ്. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2011, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2010. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 13ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 2012. നിരവധി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃകയിൽ ഉൾപ്പെടുത്തിയ വർഷം ഓർത്തിരിക്കേണ്ടത് 2012. ശ്രീലങ്കയുടെ കായിക വിനോദമാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി വോളിബോൾ, ഓപ്ഷൻ സി കബഡി, ഓപ്ഷൻ ഡി ചെസ്. ഉത്തരം ഓപ്ഷൻ ബി വോളിബോൾ. വോളിബോൾ ആണ് ശ്രീലങ്കയുടെ കായിക വിനോദം എന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിക്കലിന്റെ അയിരേതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ആയിട്ട് പെൻഡലാൻഡൈറ്റ്, ഓപ്ഷൻ ബി ആയിട്ട് പൈറോലുസൈറ്റ്, ഓപ്ഷൻ സി ആയിട്ട് കാസിറ്ററൈറ്റ്, ഓപ്ഷൻ ഡി യിൽ സ്റ്റിപ്നൈറ്റ്. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, പെൻഡലാൻഡൈറ്റ് ആണ്. പെൻഡലാൻഡൈറ്റ് ആണ് നിക്കലിന്റെ അയിര് എന്ന കാര്യം ഓർക്കുക. അപ്പൊ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിക്കലിന്റെ അയിരായിട്ട് വരുന്നത് പെൻഡലാൻഡൈറ്റ് ആണ്. പെൻഡലാൻഡൈറ്റ് എന്തിന്റെ അയിരാണ്? നിക്കലിന്റെ അയിരാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നോട്ടിലാണ് സാഞ്ചി സ്തൂപം ചിത്രീകരിച്ചിരിക്കുന്നത്? ഏത് കറൻസി നോട്ടിലാണ് സാഞ്ചി സ്തൂപത്തിന്റെ ചിത്രം കാണാൻ പറ്റുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ 200, ഓപ്ഷൻ ബിയിൽ 100, ഓപ്ഷൻ സിയിൽ 50 എന്നിങ്ങനെ 3 ഓപ്ഷൻ നൽകിയിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ 200 രൂപ നോട്ടാണ്. അപ്പൊ 200 രൂപ നോട്ടിലാണ് സാഞ്ചി സ്തൂപം ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഫോം 26AS എന്ന ഡോക്യുമെന്റ് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഫോം 26AS എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഒരു ചോദ്യം. ഓപ്ഷൻ എയിൽ നീതി ആയോഗ്, ഓപ്ഷൻ ബിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, ഓപ്ഷൻ സിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, ഓപ്ഷൻ ഡിയിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ. ഇതിൽ ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫോം 26AS എന്ന ആ ഒരു ഡോക്യുമെന്റ്? ഇവിടെ തന്നിരിക്കുന്ന ഈ 17ാമത്തെ ചോദ്യത്തിന്റെ 4 ഓപ്ഷനുകൾ പരിശോധിക്കുമ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഫോം 26AS എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാം. റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്നാണ് നമ്മുടെ ചോദ്യം. 18ാമത്തെ ചോദ്യമാണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്നാണ് ചോദ്യം. MN റോയ്, മൻമോഹൻ സിംഗ്, ദദാഭായ് നവറോജി, ഗുണാർ മിർഡാൽ. ഇതിലേതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഗുണാർ മിർഡാൽ ആണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന്റെ ഉപജ്ഞാതാവ് എന്ന കാര്യം ഓർക്കുക. 19ാം ചോദ്യം, HIV വാക്സിൻ ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിനെതിരായിട്ടാണെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഇൻഫ്ലുവൻസ രോഗത്തിന് എതിരായിട്ടാണ് നമ്മൾ HIV വാക്സിൻ ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന ഇൻഫ്ലുവൻസ രോഗത്തിന് എതിരായിട്ടാണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? HIV വാക്സിൻ ഉപയോഗിക്കുന്ന കാര്യം ഓർക്കുക. ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് വി എന്നതാണ് ഈ പറയുന്ന HIV അതിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. HIV പൂർണ്ണ രൂപം ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ആ ഒരു രോഗത്തിനെതിരായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? HIV വാക്സിൻ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. A, B, C, D എന്നിങ്ങനെ 4 ഓപ്ഷനിലായിട്ട് ഓപ്ഷൻ എയിലായിട്ട് വൈറ്റമിൻ ഇ, ഓപ്ഷൻ ബിയിൽ വൈറ്റമിൻ ബി, ഓപ്ഷൻ സിയിൽ വൈറ്റമിൻ കെ, ഓപ്ഷൻ ഡിയിൽ വൈറ്റമിൻ സി എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ
എ ആണ്, വൈറ്റമിൻ ഇ ആണ്. അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഇ ആണെന്ന കാര്യം ഓർക്കുക. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 21ാമത്തെ ചോദ്യമാണ്, അമർ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ഇന്ത്യ ഗേറ്റ്, ഓപ്ഷൻ ബിയിൽ പോർട്ട് ബ്ലെയർ, ഓപ്ഷൻ സിയിൽ ജാലിയൻ വാലാബാഗ്, ഓപ്ഷൻ ഡിയിൽ ചെങ്കോട്ട. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗിലാണ് അമർ ജ്യോതി തെളിയിച്ചിരിക്കുന്നത്. 22ാം ചോദ്യം, ഏതു കേരള നവോത്ഥാന നായകന്റെ കൃതിയാണ് വേദാന്ത സൂത്രം എന്നതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബിയിൽ ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സിയിൽ വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ ഡിയിൽ ശ്രീനാരായണ ഗുരു. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് വേദാന്ത സൂത്രം. ഇവിടെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊന്നാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയാണ്. വേദാന്ത സൂത്രം എന്ന് പറയുന്ന ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആണെന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം 23ാം ചോദ്യമാണ്. 2019 മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സോസിബിനി തുൻസി ഏത് രാജ്യക്കാരിയാണെന്നാണ് നമ്മുടെ ചോദ്യം. 2019 മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സോസിബിനി തുൻസി ഏത് രാജ്യക്കാരിയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കക്കാരിയാണ് സോസിബിനി തുൻസി എന്ന കാര്യം ഓർക്കുക. അപ്പൊ സോസിബിനി തുൻസിയാണ് 2019 മിസ് യൂണിവേഴ്സ് ആയിട്ട് തെരഞ്ഞെടുത്തത്. 2019 മിസ് വേൾഡ് ആയിട്ട് തെരഞ്ഞെടുത്തത് ടോണി ആൻസിങ്ങിനെയാണ്, ജമൈക്കക്കാരിയാണ്. 3ാം സ്ഥാനത്ത് ഒരു ഇന്ത്യക്കാരി എത്തിയിട്ടുണ്ട്, സുമൻ റാവു. ആ പേരും കൂടെ ഓർത്തിരിക്കണം. 3ാം സ്ഥാനത്ത് എത്തിയത് ഒരു ഇന്ത്യക്കാരിയാണ്. ഇന്ത്യക്കാരിയുടെ പേര് സുമൻ റാവു ആണ്. മിസ് എർത്ത് ആയിട്ട് തെരഞ്ഞെടുത്തത് നെല്ലീസ് പിമെന്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. പോർട്ടോറിക്കക്കാരിയായിട്ടുള്ള നെല്ലീസ് പിമെന്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മിസ് എർത്ത് എന്ന് പറയുന്ന ആ ഒരു പദവി ലഭിച്ചത്. അപ്പൊ ആ ഒരു പട്ടം ലഭിച്ചത് ആർക്കാണ്? 2019 നെല്ലീസ് പിമെന്റൽ എന്ന് പറയുന്ന യുവതിക്കാണ്. പോർട്ടോറിക്കക്കാരിയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മിസ് വേൾഡ് ആയിട്ട് തെരഞ്ഞെടുത്തത് ടോണി ആൻ സിംഗ് ആണ്. ഒപ്പം നമ്മൾ പരിചയപ്പെട്ടു മിസ് യൂണിവേഴ്സ് ആരാണ്? സോസിബിനി തുൻസി എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കക്കാരിയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാം. 24ാം ചോദ്യമാണ്, രാജ്യാന്തര ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. രാജ്യാന്തര ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിസംബർ 3-ാം തീയതിയാണ്. ഡിസംബർ 3-ാം തീയതിയാണ് രാജ്യാന്തര ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 3 രാജ്യാന്തര ഭിന്നശേഷി ദിനം. 25ാം ചോദ്യം, ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ ബിയിലായിട്ട് നാഡീവ്യവസ്ഥ, ഓപ്ഷൻ സിയിൽ കരള്, ഓപ്ഷൻ ഡി ആയിട്ട് കുടല്. അപ്പോൾ ഹാഷിമോട്ടോ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണോ, നാഡീവ്യവസ്ഥയാണോ, കരളിനെയാണോ, കുടലിനെയാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഹാഷിമോട്ടോ. മറ്റൊന്നാണ് കൊഡർമാഗനി. കൊഡർമാഗനി ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. കൊഡർമാഗനി ഏത് സംസ്ഥാനത്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബിയിൽ ഒഡീഷ, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡിയിൽ കർണാടക. 26ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിലാണ് കൊഡർമാഗനി എന്ന കാര്യം ഓർക്കുക. ഇപ്പൊ കൊഡർമാഗനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. ബീബി കാ മക്ബറ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ഡൽഹി, ഓപ്ഷൻ ബിയിൽ ആഗ്രയുണ്ട്, ഓപ്ഷൻ സിയിൽ പൂനെ, അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ ഔറംഗാബാദ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 27ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഔറംഗാബാദ്. ബീബി കാ മക്ബറ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഔറംഗാബാദിലാണെന്നാലും ഓർക്കുക. ഇന്ത്യ ഏതു രാജ്യവുമായി സഹകരിച്ചുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് റോർ ഓഫ് ദി സീ എന്ന് പറയുന്നത്? റോർ ഓഫ് ദി സീ എന്ന് പറയുന്നത് സംയുക്ത നാവിക അഭ്യാസമാണ്. അത് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എയിൽ ഇറാനും, ഓപ്ഷൻ ബിയിൽ സൗദി അറേബ്യ, ഓപ്ഷൻ സിയിൽ ഖത്തർ, ഓപ്ഷൻ ഡിയിൽ UAE എന്നിങ്ങനെയാണ് 4 ഓപ്ഷനുകൾ നൽകിയിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ സി ഖത്തറാണ്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് റോർ ഓഫ് ദി സീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വൈറ്റമിന്റെ അപര്യാപ്തത മൂലമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആയിട്ട് വൈറ്റമിൻ B5, ഓപ്ഷൻ ബി ആയിട്ട് വൈറ്റമിൻ B6, ഓപ്ഷൻ സി ആയിട്ട് വൈറ്റമിൻ B7, ഓപ്ഷൻ ഡി ആയിട്ട് വൈറ്റമിൻ B9 എന്നിങ്ങനെയാണ് ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി വൈറ്റമിൻ B9 ആണ്. അപ്പോൾ വൈറ്റമിൻ B9 ആണ് എന്താണ്? വൈറ്റമിൻ B9ന്റെ അപര്യാപ്തത മൂലമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയക്ക് കാരണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മുടെ ഉത്തരം എന്താണ്? വൈറ്റമിൻ B9 എന്നതാണ് നമ്മുടെ ഉത്തരം. 30ാമത്തെ ചോദ്യം, എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരെന്നാണ് നമ്മുടെ ചോദ്യം.
ഓപ്ഷൻ എയിൽ രാഷ്ട്രപതി, ഓപ്ഷൻ ബിയിൽ പ്രധാനമന്ത്രി, ഓപ്ഷൻ സിയിൽ ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ ഡിയിൽ രാജ്യസഭാ സ്പീക്കർ. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നു 31ാമത്തെ ചോദ്യമാണ്. അസൻസോൾ കൽക്കരി ഖനി ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബിയിൽ പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ സിയിൽ മധ്യപ്രദേശ്, ഓപ്ഷൻ ഡിയിൽ രാജസ്ഥാൻ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. ഉത്തരമായിട്ട് വരേണ്ടത് പശ്ചിമ ബംഗാളാണ്. അസൻസോൾ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ നിലവിലെ അധ്യക്ഷ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ശാന്ത സിൻഹ, ഓപ്ഷൻ ബിയിൽ പ്രിയങ്ക് കനുൻഗോ, അതുപോലെ തന്നെ ഓപ്ഷൻ സിയിൽ രേഖ ശർമ്മ, ഓപ്ഷൻ ഡിയിൽ ജയന്തി പട്നായിക്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രിയങ്ക് കനുൻഗോയാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ നിലവിലെ അധ്യക്ഷ പദവിയിലുള്ള വ്യക്തി എന്ന കാര്യം ഓർക്കുക. ഇപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ നിലവിലെ അധ്യക്ഷ ആര് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പ്രിയങ്ക് കനുൻഗോയാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന മേജർ തുറമുഖം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നവശോവ, ഓപ്ഷൻ ബിയിൽ പാരാദ്വീപ്, ഓപ്ഷൻ സിയിൽ കാൻഡില, ഓപ്ഷൻ ഡിയിൽ വിശാഖപട്ടണം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കാൻഡില തുറമുഖമാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന മേജർ തുറമുഖം ഏതാണ്? കാൻഡില തുറമുഖം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മനുഷ്യരിലെ മേൽ താടിയലിന്റെ ശാസ്ത്രീയ നാമമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ പാറ്റല, ഓപ്ഷൻ ബിയിൽ മാൻഡിബിൾ, ഓപ്ഷൻ സിയിൽ മാക്സില, ഓപ്ഷൻ ബിയിൽ ഫിബുല എന്നിങ്ങനെയാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ മനുഷ്യന്റെ മേൽ താടിയലിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക, മാക്സില എന്നതാണ് മനുഷ്യന്റെ മേൽ താടിയലിന്റെ ശാസ്ത്രീയ നാമം എന്ന കാര്യം ഓർക്കുക. അപ്പൊ മനുഷ്യന്റെ മേൽ താടിയലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മാക്സില എന്നാണ്. അടുത്ത ചോദ്യം, ഹൈക്കോടതി ജഡ്ജിമാർ ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി ഗവർണർക്ക്, ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി ആയിട്ട് വൈസ് പ്രസിഡന്റിന്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രസിഡന്റാണ് ഹൈക്കോടതി ജഡ്ജിമാർ രാജി സമർപ്പിക്കേണ്ടത്. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 36ാമത്തെ ചോദ്യമാണ്. ഗാന്ധി സാഗർ അണക്കെട്ട് ഏത് നദിയിൽ എന്നാണ് നമ്മുടെ 36ാമത്തെ ചോദ്യം. ഗാന്ധി സാഗർ അണക്കെട്ട് ഏത് നദിയിൽ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ കൊയ്ന, ഓപ്ഷൻ ബിയിൽ ചിനാബ്, ഓപ്ഷൻ സിയിൽ ബിയാസ്, ഓപ്ഷൻ ഡിയിൽ ചമ്പൽ എന്നിങ്ങനെയാണ് ഉത്തരം 4 ഓപ്ഷനായിട്ട് നൽകിയത്. എവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ 36ാമത്തെ ചോദ്യത്തിന്റെ 4 ഓപ്ഷനിലെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ചമ്പൽ നദിയിലാണ് ഗാന്ധി സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 37ാമത്തെ ചോദ്യം, DD ധർ മോഡൽ എന്നറിയപ്പെടുന്ന എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്നാണ്. 7ാമത്തത് എന്നാണ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 5ാമത്തത്, ഓപ്ഷൻ സി 4ാമത്തത്, ഓപ്ഷൻ ഡി 3ാമത്തത് എന്നിങ്ങനെയാണ് 4 ഓപ്ഷനുകൾ നൽകിയത്. 37ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, പഞ്ചവത്സര പദ്ധതി. അതായത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് DD ധർ മോഡൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ DD ധർ മോഡൽ എന്നറിയപ്പെടുന്ന എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓടുന്ന ബസ്സിൽ നിന്നും ചാടി ഇറങ്ങുന്ന ആൾ ബസ്സിനോടൊപ്പം മുന്നോട്ട് ഓടുന്നതിന് കാരണമാണ് ചോദിച്ചത്. ഓടുന്ന ബസ്സിൽ നിന്നും ചാടി ഇറങ്ങുന്ന ആള് ബസ്സിനോടൊപ്പം മുന്നോട്ട് ഓടുന്നതിന് കാരണമാണ് ചോദിച്ചത്. ഓപ്ഷൻ എയിൽ ഘർഷണബലം, ഓപ്ഷൻ ബിയിൽ നിശ്ചല ജഡത്വം, ഓപ്ഷൻ സിയിൽ ചലന ജഡത്വം, ഓപ്ഷൻ ഡി ആയിട്ട് അഭികേന്ദ്ര ബലം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 38ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ചലന ജഡത്വമാണ്. ഓടുന്ന ബസ്സിൽ നിന്ന് ചാടിയിറങ്ങുന്ന ആള് ബസ്സിനോടൊപ്പം മുന്നോട്ട് ഓടുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചലന ജഡത്വമാണെന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, ജനങ്ങൾ മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ റോക്കോ ടോക്കോ ക്യാമ്പയിൻ നടത്തുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ജനങ്ങൾ മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ റോക്കോ ടോക്കോ ക്യാമ്പയിൻ നടത്തുന്ന സംസ്ഥാനം ഏതാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബിയിൽ ഗുജറാത്ത്, ഓപ്ഷൻ സിയിൽ ഹരിയാന, ഓപ്ഷൻ ഡിയിൽ മധ്യപ്രദേശ്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, മധ്യപ്രദേശ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി 40ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിൽ സിലിക്ക ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ഥലം ഏതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിൽ സിലിക്ക ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലമാണ്. ഓപ്ഷൻ എയിൽ നിലമ്പൂർ, ഓപ്ഷൻ ബി കുണ്ട്ര, ഓപ്ഷൻ സി നീണ്ടകര, ഓപ്ഷൻ ഡി ചേർത്തല എന്നിങ്ങനെയാണ് 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ചേർത്തല. 41ാമത്തെ ചോദ്യം, ചാങ്ല ചുരം താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ അരുണാചൽ പ്രദേശ് ചൈന, ഓപ്ഷൻ ബി ലഡാക്ക് ടിബറ്റ്, ഓപ്ഷൻ സിയിൽ ഹിമാചൽ പ്രദേശ് ടിബറ്റ്, ഓപ്ഷൻ ഡിയിലെ സിക്കിം ഭൂട്ടാൻ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ.
ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലഡാക്ക് ടിബറ്റ്. ലഡാക്ക് ടിബറ്റ് എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങളെയാണ് ചാങ്ല ചുരം ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആസ്ഥാനം അറിയപ്പെടുന്ന പേരാണ്. ഓപ്ഷൻ എയിൽ ബറോഡ ഹൗസ്, ഓപ്ഷൻ ബിയിൽ സത്താർകഥ ഭവൻ, അതുപോലെ തന്നെ ഓപ്ഷൻ സി ആയിട്ട് ധോൾപൂർ ഹൗസ്, ഓപ്ഷൻ ഡിയിൽ സർവേക്ഷക് ഭവൻ എന്നിങ്ങനെ നൽകി. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സത്താർകഥ ഭവൻ എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആസ്ഥാനം സ്ഥിതി ചെയ്യപ്പെടുന്നത് സത്താർകഥ ഭവനിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിലവിൽ ആരാണ് CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കേന്ദ്ര തലത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജയ് കോത്താരി എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. കേന്ദ്ര സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പദവിയിൽ നിലവിലുള്ളതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജയ് കോത്താരി ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന 43ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ഗോരഖ്പൂർ, ഓപ്ഷൻ ബിയിൽ മുംബൈ, ഓപ്ഷൻ സിയിൽ കൊൽക്കത്ത, ഓപ്ഷൻ ഡിയിൽ ബംഗളൂരു എന്നിങ്ങനെയാണ് ഓപ്ഷനുകളായിട്ട് നൽകിയത്. 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബംഗളൂരു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ബംഗളൂരു ആണെന്ന കാര്യം ഓർക്കുക. 44ാം ചോദ്യം, ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയായ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെ നിന്നാണ് നമ്മുടെ ചോദ്യം. ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയാണ് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. അത് സ്ഥാപിതമായത് എവിടെ നിന്നാണ് നമ്മുടെ 44ാമത്തെ ചോദ്യമായിട്ട് വന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ലണ്ടൻ, പാരീസ്, ലോസ് ആഞ്ചലസ്, അതുപോലെ തന്നെ ന്യൂയോർക്ക് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻ തന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂയോർക്ക് ആണ്. ലോകത്തിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റിയായ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? ന്യൂയോർക്കിലാണെന്ന കാര്യം ഓർക്കുക. 45ാം ചോദ്യം, ഗോൾഡൻ ജെയിന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഗോൾഡൻ ജെയിന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതെന്നാണ് 45ാമത്തെ ചോദ്യം. ഓപ്ഷൻ എയിൽ ശനി, ഓപ്ഷൻ ബിയിൽ വ്യാഴം, ഓപ്ഷൻ സിയിൽ ശുക്രൻ, ഓപ്ഷൻ ഡിയിൽ യുറാനസ് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ശനി ഗ്രഹത്തെയാണ് ഗോൾഡൻ ജെയിന്റ് എന്നും കൂടെ വിശേഷിപ്പിക്കുന്നത്. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 46ാമത്തെ ചോദ്യമാണ്. ടോപ്പ് സ്ലിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ടോപ്പ് സ്ലിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ചോദ്യം. എ ഓപ്ഷനായിട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്, ഓപ്ഷൻ ബി മുതുമല നാഷണൽ പാർക്ക്, ഓപ്ഷൻ സി പഴനി ഹിൽസ് നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ മുക്കുർത്തി നാഷണൽ പാർക്ക് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ടോപ്പ് സ്ലിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 46ാമത്തെ ചോദ്യമാണ്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്. 47ാം ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടെണ്ടുൽക്കർ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ 47ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ നികുതി പരിഷ്കരണം, ഓപ്ഷൻ ബി വിദ്യാഭ്യാസം, ഓപ്ഷൻ സി ദാരിദ്ര്യ നിർണയം, ഓപ്ഷൻ ഡി ആയിട്ട് ബാങ്കിംഗ് പരിഷ്കരണം. ഇവിടെ 47ാമത്തെ ചോദ്യമാണ് പരിചയപ്പെടുന്നത്. 47ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ദാരിദ്ര്യ നിർണയം എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ 47ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ദാരിദ്ര്യ നിർണയമാണ്. ടെണ്ടുൽക്കർ കമ്മിറ്റി ദാരിദ്ര്യ നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. 48ാമത്തെ ചോദ്യം, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആരുടെ പുസ്തകമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ബിപിൻ ചന്ദ്ര, ഓപ്ഷൻ ബിയിൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ സിയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡിയിൽ സുരേന്ദ്രനാഥ് ബാനർജി. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, ബിപിൻ ചന്ദ്ര. ബിപിൻ ചന്ദ്രയുടെ പുസ്തകമാണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് 49ാമത്തെ ചോദ്യമാണ്. 49ാമത്തെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതെന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 1ാമത്തെ ഓപ്ഷനായിട്ട് റെക്ടിഫൈഡ് സ്പിരിറ്റ്, മറ്റൊരു ഓപ്ഷൻ ബി ആയിട്ട് ഡിനേച്ചേർഡ് സ്പിരിറ്റ്, മെത്തിലേറ്റഡ് സ്പിരിറ്റ്, പവർ ആൽക്കഹോൾ എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ് നൽകിയത്. അപ്പൊ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലെ വാഹനങ്ങൾ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ 49ാമത്തെ ചോദ്യത്തിന്റെ 4 ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് പവർ ആൽക്കഹോൾ എന്താണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ്? പവർ ആൽക്കഹോൾ ആണെന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് പരിചയപ്പെടാം 50ാമത്തെ ചോദ്യം. CMI കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്യുലേറ്റ് ഇതിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കേരള നവോത്ഥാന നായകൻ ആരെന്നാണ് ചോദ്യം. CMIയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കേരള നവോത്ഥാന നായകൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ അർണോസ് പാതിരി, ഓപ്ഷൻ ബിയിൽ ബെഞ്ചമിൻ ബേലി, ഓപ്ഷൻ സിയിൽ ഹെർമൻ ഗുണ്ട്രട്ട്, ഓപ്ഷൻ ഡിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നിങ്ങനെയാണ് 4 ഓപ്ഷനുകൾ നൽകിയത്. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. 51 ഹിമാലയൻ മൗണ്ടനിയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഹിമാലയൻ മൗണ്ടനിയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം.
ഓപ്ഷൻ എ ഡാർജിലിംഗ്, ഓപ്ഷൻ ബി ഡെറാഡൂൺ, ഓപ്ഷൻ സി മസൂറി, ഓപ്ഷൻ ഡി ശ്രീനഗർ എന്നിങ്ങനെയാണ് 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡാർജിലിംഗ് ആണ്. ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യപ്പെടുന്നു? ഡാർജിലിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. 52-ാം ചോദ്യം, വാർത്താ ചരിത്ര മ്യൂസിയമായ മ്യൂസിയം എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. വാർത്താ ചരിത്ര മ്യൂസിയമാണ് മ്യൂസിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ലണ്ടൻ, ഓപ്ഷൻ സി വാഷിംഗ്ടൺ DC, ഓപ്ഷൻ ഡി പാരീസ്. എവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DCയിലാണ് വാർത്താ ചരിത്ര മ്യൂസിയമായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. 52-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 53-ാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് നിയമിതയായതാരെന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒ സജിത, ഓപ്ഷൻ ബി മെറിൻ ജോസഫ്, ഓപ്ഷൻ സി ആർ ശ്രീലേഖ, ഓപ്ഷൻ ഡി ജി പുക്കുഴിലി. ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒ സജിതയാണ്. 53-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒ സജിതയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് നിയമിതനായതാരാണ്? ഒ സജിതയാണ്. വന്യജീവി സങ്കേതവുമായി ഉയർത്താൻ പദ്ധതിയിട്ട പോബ റിസർവ് വനം ഏത് സംസ്ഥാനത്താണെന്ന് നമ്മുടെ ചോദ്യം. വന്യജീവി സങ്കേതമായിട്ട് ഉയർത്താൻ പദ്ധതിയിട്ട പോബ റിസർവ് വനം ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. 54-ാം ചോദ്യത്തിന്റെ ഉത്തരം സി ആണ്, അസം. അസം സംസ്ഥാനത്താണ് വന്യജീവി സങ്കേതമായിട്ട് ഉയർത്താൻ പദ്ധതിയിട്ട പോബ റിസർവ് വനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ പോബ റിസർവ് വനം എവിടെയാണ്? അസം സംസ്ഥാനത്താണ്. 55-ാം ചോദ്യം, കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പന്നിയാർ, ഓപ്ഷൻ ബി ചാലക്കുടി പുഴ, ഓപ്ഷൻ സി കരമനയാർ, ഓപ്ഷൻ ഡി ഇടമലയാർ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരം ആയിട്ട് വരുന്നത് 55-ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് പന്നിയാറാണ്. ഇപ്പൊ പന്നിയാർ എന്ന് പറയുന്ന നദിയിലാണ് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പന്നിയാർ നദിയിലാണ് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് 56-ാമത്തെ ചോദ്യമാണ്. 56-ാമത്തെ ചോദ്യം, സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരം ഓപ്ഷൻ എ EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം 57-ാമത്തെ ചോദ്യമാണ്. മാധവ്പൂർ മേള തുടങ്ങുന്നത് ഏത് സംസ്ഥാനത്താണ്? മാധവ്പൂർ മേള തുടങ്ങുന്നത് ഏത് സംസ്ഥാനത്താണ്? മാധവ്പൂർ മേള നടക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. മാധവ്പൂർ മേള നടക്കുന്ന ഏത് സംസ്ഥാനത്താണെന്ന ചോദ്യം. 4 ഓപ്ഷൻ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 57-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഗുജറാത്തിലാണ് മാധവ്പൂർ മേള നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. മാധവ്പൂർ മേള നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 57-ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. 58, വിജയവാഡ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എയിൽ കൃഷ്ണ, ഓപ്ഷൻ ബി സത്ലജ്, ഓപ്ഷൻ സി താപ്തി, ഓപ്ഷൻ ഡി ഹൂഗ്ലി. ഉത്തരമായിട്ട് വരുന്ന 58-ാമത്തെ ചോദ്യമാണ്. 58-ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, കൃഷ്ണയാണ്. ചൊലാമു തടാകം എവിടെയാണെന്നാണ് 59-ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ സിക്കിം, ഓപ്ഷൻ ബി ത്രിപുര, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി മണിപ്പൂർ. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 59-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സിക്കിം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സിക്കിമിലാണ് ഏത് ചൊലാമു തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടത് വിജയവാഡ താഴെ കൊടുത്തിരിക്കുന്നത് ഏത് നദിയുടെ തീരത്താണെന്നാണ്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് കൃഷ്ണയാണ്. അതുപോലെ തന്നെ ചൊലാമു തടാകം എവിടെയാണെന്നാണ് 2ാമത്തെ ചോദ്യം, അതായത് 59-ാമത്തെ ചോദ്യമായി ചോദിച്ചത്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് സിക്കിമാണ്. ഇനി 60-ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം വിക്ഷേപിച്ച ആദ്യ അറബ് രാജ്യം എന്നൊരു ചോദ്യമാണ്. ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം വിക്ഷേപിച്ച ആദ്യത്തെ അറബ് രാജ്യം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി UAE ആണ്. UAE ആണ് ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം വിക്ഷേപിച്ച ആദ്യത്തെ അറബ് രാജ്യം. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? 61-ാമത്തെ ചോദ്യം. ഓപ്ഷൻ എയിൽ പ്രകീർണം, ഓപ്ഷൻ ബിയിലെ അപവർത്തനം, ഓപ്ഷൻ സി പൂർണ്ണാന്തരിക പ്രതിഫലനം, ഓപ്ഷൻ ഡി ഇന്റർഫറൻസ്. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, പൂർണ്ണാന്തര പ്രതിഫലനം എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനമാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 61-ാം ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്ന ഏതാണ് നമ്മുടെ ചോദ്യം. സോഡിയം നൈട്രേറ്റ് ആണോ, സോഡിയം സിലിക്കേറ്റ് ആണോ, സിൽവർ നൈട്രേറ്റ് ആണോ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണോ ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത്? ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 62-ാമത്തെ ചോദ്യത്തിന്റെ
ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. സിൽവർ നൈട്രേറ്റിനെയാണ് ലൂണാർ കാസ്റ്റിക് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സിൽവർ നൈട്രേറ്റിനാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ലൂണാർ കാസ്റ്റിക് എന്ന് അറിയപ്പെടുന്നത്. 63ാമത്തെ ചോദ്യം, ഡോക്ടർ പൽപ്പുവിന്റെ ജന്മസ്ഥലം എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ആയിട്ട് തേവര, ഓപ്ഷൻ ബി പട്ടം, ഓപ്ഷൻ സി പെരളശ്ശേരി, ഓപ്ഷൻ ഡി പേട്ടയാണ്. അപ്പം ഡോക്ടർ പൽപ്പു, നവോത്ഥാന നായകനായിട്ടുള്ള ഡോക്ടർ പൽപ്പുവിന്റെ ജന്മസ്ഥലം ഏതെന്നാണ് 63ാമത്തെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പേട്ട. പേട്ടയാണ് ഡോക്ടർ പൽപ്പുവിന്റെ ജന്മസ്ഥലം. ഇനി 64, ടോപ്സ് ജൂനിയർ എന്ന പദ്ധതി പുറത്തിറക്കിയ മന്ത്രാലയം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ടോപ്സ് ജൂനിയർ എന്ന പദ്ധതി പുറത്തിറക്കിയ മന്ത്രാലയം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഓപ്ഷൻ ബിയിൽ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, ഓപ്ഷൻ സി ആയിട്ട് തന്നിരിക്കുന്നത് HRD, ഓപ്ഷൻ ഡി ആയിട്ട് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ. ഇവിടെ നമ്മുടെ 64ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് എന്നതാണ് ഉത്തരമായിട്ട് വരിക. അടുത്തത്, ഏകതാ പ്രതിമയുടെ ഉയരം എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഏകതാ പ്രതിമയുടെ ഉയരം എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. 65ാം ചോദ്യം. ഓപ്ഷൻ എ 150 മീറ്റർ, ഓപ്ഷൻ ബി 152 മീറ്റർ, ഓപ്ഷൻ സി 154 മീറ്റർ, ഓപ്ഷൻ ഡി 186 മീറ്റർ. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 65ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 152 മീറ്റർ. ഏകതാ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് 182 മീറ്റർ ആണ്. 65ാമത്തെ ചോദ്യമാണ്. അതിന് ഉത്തരമായിട്ട് വരുന്നത് 182 മീറ്റർ ആണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ചിന്നാർ വന്യജീവി സംഘത്തിലൂടെ ഒഴുകുന്ന നദി എന്നാണ് 66ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി പമ്പാർ, അതുപോലെ തന്നെ ഓപ്ഷൻ സി ഭവാനി, ഓപ്ഷൻ ഡി കബനി. ഇവിടെ ചുവടെ തന്നിരിക്കുന്ന ചിന്നാർ വന്യജീവി സംഘത്തിലൂടെ ഒഴുകുന്ന നദി എന്നാണ് നമ്മുടെ ചോദ്യം. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ ബി, ബിയിൽ തന്നിരിക്കുന്ന പാമ്പാർ. അപ്പൊ പാമ്പാറാണ് എന്താണ് ചിന്നാർ വന്യജീവി സംഘത്തിലൂടെ ഒഴുകുന്ന നദി എന്ന കാര്യം ഓർക്കുക. 66ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 67ാമത്തെ ചോദ്യം, ഐസോടോപ്പുകളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആയിട്ട് ക്രിസ്റ്റലൈസേഷൻ, ഓപ്ഷൻ ബി ആയിട്ട് സബ്ലിമേഷൻ, ഓപ്ഷൻ സിയിൽ ഡിസ്റ്റിലേഷൻ, ഓപ്ഷൻ ഡി ആയിട്ട് ഫിൽട്രേഷൻ. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡിസ്റ്റിലേഷൻ. ഐസോടോപ്പുകളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഡിസ്റ്റിലേഷൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഐസോടോപ്പുകളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഡിസ്റ്റിലേഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 67ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. 68ാമത്തെ ചോദ്യം, 2020 ലോക നേഴ്സ് ദിനത്തിന്റെ തീം എന്തായിരുന്നു? 2020 ലോക നേഴ്സ് ദിനത്തിന്റെ തീം എന്തായിരുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ നഴ്സിംഗ് ദ വേൾഡ് ടു ഹെൽത്ത്, ഓപ്ഷൻ ബിയിൽ ഹോണർ ദ നേഴ്സസ്, ഓപ്ഷൻ സിയിൽ നേഴ്സസ് ആർ വാരിയേഴ്സ്, ഓപ്ഷൻ ഡിയിൽ നഴ്സിംഗ് ദ ഗ്ലോബ് എന്നതാണ് നമ്മുടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 2020 ലോക നേഴ്സ് ദിനത്തിന്റെ തീം എന്തായിരുന്നു എന്ന ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് 68ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, നഴ്സിംഗ് ദ വേൾഡ് ടു ഹെൽത്ത് എന്നാണ്. നഴ്സിംഗ് ദ വേൾഡ് ടു ഹെൽത്ത്. എല്ലാ വർഷവും മെയ് 12ാം തീയതിയാണ് ലോക നേഴ്സ് ദിനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പൊ നഴ്സിംഗ് ദ വേൾഡ് ടു ഹെൽത്ത് എന്നാണ് 2020 ലോക നേഴ്സ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. എല്ലാ വർഷവും ലോക നേഴ്സ് ദിനം മെയ് 12ാം തീയതിയാണെന്ന കാര്യം കൂടി ഓർക്കുക. ഇനി 69ാമത്തെ ചോദ്യമാണ് പരിചയപ്പെടുന്നത്. അൽമോറ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അൽമോറ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് എന്നതാണ് 69ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ഡി ആയിട്ട് തന്നിരിക്കുന്നു ഉത്തരാഖണ്ഡ്. ഉത്തരമായിട്ട് വരേണ്ടതും ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡാണ്. അൽമോറ സുഖവാസ കേന്ദ്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. 70ാമത്തെ ചോദ്യം പരിചയപ്പെടാം. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരെന്നാണ് ചോദ്യം. ഗോദ രവിവർമ്മ എന്നതാണ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി രാജശേഖര വർമ്മ, ഓപ്ഷൻ സി ആയിട്ട് തന്നിരിക്കുന്ന ശ്രീ വല്ലഭൻ കോദ, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ആയിട്ട് തന്നിരിക്കുന്ന ഭാസ്കര രവിവർമ്മ. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 70ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ശ്രീ വല്ലഭൻ കോദയാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് എന്ന കാര്യം ഓർക്കുക. 71ാമത്തെ ചോദ്യമാണ് പരിചയപ്പെടുന്നത്. ഈയിടെ അന്തരിച്ച ഇന്ത്യൻ കായിക താരം മൻമീത് സിംഗ് വാലിയ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മൻമീത് സിംഗ് വാലിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടെന്നീസ്, ഓപ്ഷൻ ബി ഫുട്ബോൾ, ഓപ്ഷൻ സി ടേബിൾ ടെന്നീസ്, ഓപ്ഷൻ ഡി ഹോക്കി. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട താരമാണ് മൻമീത് സിംഗ് വാലിയ എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഈയിടെ അന്തരിച്ച ഇന്ത്യൻ കായിക താരമാണ് മൻമീത് സിംഗ് വാലിയ. അദ്ദേഹം ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കായിക താരമാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 72ാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്.
72ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ബാംഗ്ലൂർ മെട്രോ, ഓപ്ഷൻ ബിയിൽ കൊൽക്കത്ത മെട്രോ, ഓപ്ഷൻ സിയിൽ ഡൽഹി മെട്രോ, ഓപ്ഷൻ ഡിയിൽ കൊച്ചി മെട്രോ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. 72ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഡൽഹി മെട്രോ. ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ എന്നറിയപ്പെടുന്നത് ഡൽഹി മെട്രോയാണ്. 73ാമത്തെ ചോദ്യം, ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരെന്നാണ് 73ാമത്തെ ചോദ്യമായിട്ട് നൽകിയത്. ഓപ്ഷൻ എയിൽ ലോത്തർ മേയർ, ഓപ്ഷൻ ബിയിൽ ദിമിത്രി മെൻഡലീവ്, ഓപ്ഷൻ സിയിൽ ഹെൻറി മോസ്ലി, ഓപ്ഷൻ ഡിയിൽ ലാവോസിയ. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ലോത്തർ മേയർ ആണ്. ലോത്തർ മേയർ ആണ് ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ 73ാമത്തെ ചോദ്യം അതിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. ലോത്തർ മേയർ എന്നതാണ് ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ലോത്തർ മേയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ലോത്തർ മേയർ ആണ് ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച വ്യക്തി എന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ 2ാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നതിൽ 2ാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ് 74ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എയിൽ വസുബന്ധു, ഓപ്ഷൻ ബിയിൽ കനിഷ്കൻ, ഓപ്ഷൻ സി ആര്യ സുധർമൻ, ഓപ്ഷൻ ഡി വിഷ്ണുഗുപ്തൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. വസുബന്ധു ആണ് 2ാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന വ്യക്തി താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ. ഇനി 75ാമത്തെ ചോദ്യം, പച്മടി ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബിയിൽ ആസാം, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി സിക്കിം എന്നിങ്ങനെയാണ് 4 ഓപ്ഷനായിട്ട് നൽകിയത്. ഇവിടെ പച്മടി ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. 75ാമത്തെ ചോദ്യമാണ്. 75ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി മധ്യപ്രദേശ്. 76ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ്, ഓപ്ഷൻ ബി കോട്ടയം മെഡിക്കൽ കോളേജ്, ഓപ്ഷൻ സി കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഓപ്ഷൻ ഡി പരിയാരം മെഡിക്കൽ കോളേജ്. തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഉത്തരം ഓപ്ഷൻ എ ആണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആണ്. കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം 77ാമത്തെ ചോദ്യമാണ്. പോളി ഒമിർഗർ അവാർഡ് ഏത് കായിക ഇനത്തിലെ മികവിനുള്ളതാണെന്നാണ് നമ്മുടെ ചോദ്യം. പോളി ഒമിർഗർ അവാർഡ് ഏത് കായിക ഇനത്തിലെ മികവിന് നൽകുന്ന അവാർഡാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ഹോക്കി, ഓപ്ഷൻ ബി ടെന്നീസ്, ഓപ്ഷൻ സി ക്രിക്കറ്റ്, ഓപ്ഷൻ ഡി ബേസ്ബോൾ. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്രിക്കറ്റ്. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവാർഡാണ് ഏത്? ഈ പറയുന്ന പോളി ഒമിർഗർ അവാർഡ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 78ാമത്തെ ചോദ്യമാണ് പരിചയപ്പെടുന്നത്. ഗാന്ധിജിയുടെ മരണ വാർത്തയെ തുടർന്ന് 2ാമത്തെ ക്രിസ്തുവും കുരിശിൽ തറക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ബെർണാഡ് ഷാ, ഓപ്ഷൻ ബി പോളസ് ബെഗ്, ഓപ്ഷൻ സി മീരാബെൻ, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, പോളസ് ബെഗ് ആണ്. ഗാന്ധിജിയുടെ മരണ വാർത്തയെ തുടർന്ന് 2ാമത്തെ ക്രിസ്തുവും കുരിശിൽ തറക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി എന്ന കാര്യം ഓർക്കുക. 79ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. ലോകപ്രിയ ഗോപിനാഥ് ബർദോലോയ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ലോകപ്രിയ ഗോപിനാഥ് ബർദോലോയ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പൂനെയുണ്ട്, ഓപ്ഷൻ ബി ആയിട്ട് ഹൈദരാബാദ്, ഓപ്ഷൻ സി ഗുവാഹത്തി, ഓപ്ഷൻ ഡി ആയിട്ട് നാഗ്പൂരുമാണ് ഉള്ളത്. ഇവിടെ 79ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഗുവാഹത്തിയിലാണെന്ന കാര്യം ഓർക്കുക. ലോകപ്രിയ ഗോപിനാഥ് ബർദോലോയ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഗുവാഹത്തിയിലാണ് എന്ന കാര്യം ഓർക്കുക. ഓപ്ഷൻ സി ആണ് നമ്മുടെ 79ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നമ്മൾ പരിചയപ്പെടാം 80ാമത്തെ ചോദ്യം. അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനം. തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആയിട്ട് ആസാം, ഓപ്ഷൻ ബി ആയിട്ട് ഒഡീഷ, ഓപ്ഷൻ സി ആയിട്ട് ബംഗാൾ, ഓപ്ഷൻ ഡി ആയിട്ട് പഞ്ചാബ്. നമ്മുടെ ചോദ്യം അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ അസാം ആണ്. 2020 ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പെരുമ്പടം ശ്രീധരൻ, ഓപ്ഷൻ ബി ഡോക്ടർ വി പി ഗംഗാധരൻ, ഓപ്ഷൻ സി പ്രഭാവർമ്മ, ഓപ്ഷൻ ഡി കെ ആർ മീര. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കെ ആർ മീര. 2020 ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ ആർ മീരയ്ക്കാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് ഇത്. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് കീബോർഡ് കണ്ടുപിടിച്ചത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. കീബോർഡ് കണ്ടുപിടിച്ചത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഓപ്ഷൻ എ ആയിട്ട് റാൽഫ് ബിയർ, ക്രിസ്റ്റഫർ ഷൂൾസ് ആണ് ഓപ്ഷൻ ബി ആയിട്ട് നൽകിയത്. ജെയിംസ് റസൽ ആണ് ഓപ്ഷൻ സിയിൽ. ജോൺ എ ഫ്ലെമിംഗ് ആണ് ഓപ്ഷൻ ഡി. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ക്രിസ്റ്റഫർ ഷൂൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് കണ്ടുപിടിച്ചാരാണ്? ക്രിസ്റ്റഫർ ഷൂൾസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 82ാമത്തെ ചോദ്യം പരിചയപ്പെട്ടു. 82ാം ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എന്ന കാര്യം ഓർക്കുക.
ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജായ ബോഗിബീൽ പാലം ഏതു നദിക്ക് കുറുകയാണെന്നാണ് നമ്മുടെ ചോദ്യം. 83-ാം ചോദ്യമാണ്. ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മഹാനദി. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 83-ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ബ്രഹ്മപുത്ര. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് പാലം എന്ന് വെച്ചാൽ ബോഗിബീൽ പാലമാണ്. അത് പണിതിരിക്കുന്നത് ഏത് നദിക്കൂറുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മപുത്ര നദിക്കൂറുകയാണ്. 84-ാമത്തെ ചോദ്യം പരിചയപ്പെടാം. റിഹാന്ദ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ എ ആയിട്ട് ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. റിഹാന്ദ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. 84-ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് റിഹാന്ദ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 85-ാം ചോദ്യം സസ്യരോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ചോദിച്ചിരിക്കുന്നത്. സസ്യ രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ. ഓപ്ഷൻ എയിൽ ഫാർമക്കോളജി, ഓപ്ഷൻ ബി ഡെർമറ്റോളജി, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫൈറ്റോ പത്തോളജി എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഫൈക്കോളജി. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്ന 85-ാം ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ഫൈറ്റോ പത്തോളജി എന്ന് പറയുന്നതാണ് സസ്യരോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ. സസ്യരോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ്? ഫൈറ്റോ പത്തോളജി എന്ന് പറയുന്നതാണ് സസ്യരോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ എന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 86-ാമത്തെ ചോദ്യമാണ്. സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് ആരെന്നാണ് 86-ാമത്തെ ചോദ്യം. 86-ാമത്തെ ചോദ്യം സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചതാര്? ശ്യാംജി കൃഷ്ണവർമ്മ, BM മലബാറി, NM ജോഷി, JM ചാറ്റർജി. അതാണ് 4 ഓപ്ഷനായിട്ട് നൽകിയത്. ഓപ്ഷൻ സി NM ജോഷിയാണ് ഉത്തരമായിട്ട് വരിക. 87-ാം ചോദ്യം മഹാത്മാഗാന്ധി സേതു ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബീഹാർ. മഹാത്മാഗാന്ധി സേതു ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ് എന്ന കാര്യം ഓർക്കുക. അപ്പൊ 87-ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ബീഹാറാണ്. 88-ാമത്തെ ചോദ്യം പരിചയപ്പെടാം. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ആയിട്ട് ഫൈക്കസ് ബംഗാളൻസീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ബി ആയിട്ട് മിമോസ ബുഡിക്ക എന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ സി ആയിട്ട് മാനിഹോട്ട് യൂട്ടിലിസിമ. ഓപ്ഷൻ ഡിയിലെ അലോം വേര എന്നതാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. നിരവധി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. 88-ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ സി മാനിഹോട്ട് യൂട്ടിലിസിമ. മാനിഹോട്ട് യൂട്ടിലിസിമ എന്ന് പറയുന്ന എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ഈ പറയുന്ന മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ്. 89-ാമത്തെ ചോദ്യം പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിൽ പെടുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിൽ പെടുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. 2 ഓപ്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നു, യൂണിയൻ ലിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്. 89-ാമത്തെ ചോദ്യമാണ് പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിൽ പെടുന്നു എന്നതാണ് ചോദ്യം. യൂണിയൻ ലിസ്റ്റിലാണോ പെടുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിലാണോ പെടുന്നത്, അതുപോലെ തന്നെ നമുക്ക് പറയാം കൺകറന്റ് ലിസ്റ്റിലാണോ പെടുന്നത് എന്നതാണ് തന്നിരിക്കുന്ന 3 ഓപ്ഷനായിട്ട് പരിഗണിക്കുക. അവിടെ തന്നെ നമ്മുടെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പൊതുജനാരോഗ്യം ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. 89-ാമത്തെ ചോദ്യം എന്താണ്? പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിൽ പെടുന്നു എന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി 90-ാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചതാരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ KK എളപ്പൻ, ഓപ്ഷൻ ബി GP പിള്ള, ഓപ്ഷൻ സി ശങ്കരൻ നായർ, ഓപ്ഷൻ ഡി TK മാധവൻ. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, TK മാധവൻ. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരമായിട്ട് വരേണ്ടത് TK മാധവൻ ആണെന്ന കാര്യം ഓർക്കുക. അപ്പൊ 90-ാമത്തെ ചോദ്യം നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. ഉത്തരം TK മാധവൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ ബി YS രാജശേഖർ റെഡ്ഡി, ഓപ്ഷൻ സി T പ്രകാശം, ഓപ്ഷൻ ഡി വിനോബ ഭാവെ. അപ്പൊ 4 ഓപ്ഷനുകൾ തന്നിരിക്കുന്നു. പോറ്റി ശ്രീരാമലു, YS രാജശേഖർ റെഡ്ഡി, അതുപോലെ തന്നെ T പ്രകാശം, 4-ാമത്തെ ഓപ്ഷനായിട്ട് വിനോബ ഭാവെ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി T പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് T പ്രകാശമാണ്. 2020 ക്രിട്ടിക്സ് ചോയ്സ് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് സിനിമയ്ക്കാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉണ്ട, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഉയരെ, ഓപ്ഷൻ ഡി കുമ്പളങ്ങി നൈറ്റ്സ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുമ്പളങ്ങി നൈറ്റ്സ്. 2020 ക്രിട്ടിക്സ് ചോയ്സ് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 93 ഉറുമി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി പത്തനംതിട്ട. 93-ാമത്തെ ചോദ്യം അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കോഴിക്കോടാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി. 94 വിമോചന സമരകാലത്ത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചതാരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ C കേശവൻ, ഓപ്ഷൻ ബി KP കേശവമേനോൻ, ഓപ്ഷൻ സി VT ഭട്ടത്തിരിപ്പാട്, ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. ഉത്തരം ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭനാണ്
വിമോചന സമരകാലത്ത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് എന്ന കാര്യം ഓർക്കുക. 94ാമത്തെ ചോദ്യം പരിചയപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ ഡി. 95ാം ചോദ്യമാണ്. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ 1/16 സെക്കൻഡ്, ഓപ്ഷൻ ബി 1/10 സെക്കൻഡ്, ഓപ്ഷൻ സി 1/20 സെക്കൻഡ്, ഓപ്ഷൻ ഡി 1/25 സെക്കൻഡ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 1/10 സെക്കൻഡ് എന്നാണ് മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്ര എന്നാണ് ചോദ്യം. ഉത്തരം 1/10 സെക്കൻഡ് ആണ്. മറ്റേ പൊതുവെ നമ്മൾ പഠിച്ചു വെക്കാറുള്ള ഏതാണ്? വീക്ഷണ സ്ഥിരതയാണ്. അത് 1/60 സെക്കൻഡ് എന്നാണ് വരിക. ഇത് 1/10 സെക്കൻഡ് ആണ്. അതാണ് നമ്മുടെ ശ്രവണ സ്ഥിരത എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഓപ്ഷൻ എ ആയിട്ട് 1/60 സെക്കൻഡ് എന്ന് തന്നെ നൽകിയിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് പോയിട്ട് നമ്മൾ അത് കറപ്പിക്കാനുള്ള ഒരു പോസിബിലിറ്റി കൂടെ എവിടെ ഉണ്ടെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ 95ാമത്തെ ചോദ്യം മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണെന്നാണ്. ഓപ്ഷൻ എ 1/60 സെക്കൻഡ്, ഓപ്ഷൻ ബി 1/10 സെക്കൻഡ്. അതിൽ ഉത്തരമായിട്ട് വരേണ്ടത് 1/10 സെക്കൻഡ് എന്നതാണ് മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന കാര്യം ഓർക്കുക. അപ്പൊ 95ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി 96ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ലേസർ കണ്ടുപിടിച്ച ആരെന്നാണ് നമ്മുടെ ചോദ്യം. താഴെ പറയുന്നവയിൽ ലേസർ കണ്ടുപിടിച്ച ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അലൻ ഷുഗർട്ട്, ഓപ്ഷൻ ബി ലിയോ സി യങ്, ഓപ്ഷൻ സി ചാൾസ് എച്ച് ഗിബൺ, ഓപ്ഷൻ ഡി തിയോഡർ മെയ്മാൻ. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത്, ഈ പറയുന്ന 96ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് തിയോഡർ മെയ്മാൻ ആണ്. തിയോഡോർ മെയ്മാൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ലേസർ കണ്ടുപിടിച്ചത്. 97ാമത്തെ ചോദ്യം പരിചയപ്പെടാം. നാക്കിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. നാക്കിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി ബംഗളൂരു, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഇവിടെ തന്നിരിക്കുന്ന 97ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ബംഗളൂരു ആണ്. 98ാമത്തെ ചോദ്യം. ആരാജർ എന്ന കൃതിക്ക് പശ്ചാത്തലമായ നഗരം ഏതെന്നാണ് ചോദ്യം. ആരാജർ എന്ന കൃതിക്ക് പശ്ചാത്തലമായിട്ടുള്ള നഗരം. KR മീരയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ് ആരാജർ. ഈ കൃതിക്ക് പശ്ചാത്തലമായിട്ടുള്ള നഗരമാണ് ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ബംഗളൂരു, ഓപ്ഷൻ ഡി ഇൻഡോർ. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ കൊൽക്കത്തയാണ്. ആരാജർ എന്ന കൃതിക്ക് പശ്ചാത്തലമായിട്ടുള്ള നഗരം ഏതാണ്? ഉത്തരമായിട്ട് വരേണ്ടത് കൊൽക്കത്തയാണെന്ന കാര്യം ഓർക്കുക. ഇനി 99ാം ചോദ്യം. 2019 100ാം വാർഷികം ആഘോഷിച്ച സംഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് ക്രോസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ യുനെസ്കോ. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് 2019 100ാം വാർഷികം ആഘോഷിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ILO ആണ്. ILO ആണ് 2019 100ാം വാർഷികം ആഘോഷിച്ച സംഘടന. ഇനി 100ാമത്തെ ചോദ്യം. ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ബംഗളൂരു, ഓപ്ഷൻ ബി തുമ്പ, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് അഹമ്മദാബാദ് ആണ്. ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എവിടെയാണ്? അഹമ്മദാബാദിലാണെന്ന കാര്യം ഓർക്കുക. 100ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് അഹമ്മദാബാദ് ആണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് 100 പ്രധാനപ്പെട്ട നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തി പോയിരിക്കുന്നത്. കുറെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷന് എന്താണ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം മുൻകാല പരീക്ഷ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു വീക്ഷണ സ്ഥിരത നമ്മൾ പഠിച്ചു. 1/10 സെക്കൻഡ് എന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിരുന്നു. വീക്ഷണ സ്ഥിരതയല്ല, ശ്രവണ സ്ഥിരത. അത് നമ്മൾ 1/10 സെക്കൻഡ്. പലപ്പോഴും നമ്മൾ ഉത്തരങ്ങളൊക്കെ മാറിപ്പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രിലിമിനറി എക്സാം എഴുതുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഗുണപ്രദമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് തൊഴിൽ രീതിയിൽ വന്നിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മൻസൂർ അലി സാർ നൽകിയിട്ടുള്ള 100 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രിലിമിനറി എക്സാമിനായിട്ട് ഗുണപ്രദമാകുന്ന ധാരാളം ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു.